നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് AISFന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ബിപിൻ അടൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അലങ്കരിക്കുന്ന AISFന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ജിജോ ജോസഫ്, അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അഖില്, സെക്രട്ടറി സഖാവ് ജോൺ വി ജോസഫ്, AIYFന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് രഞ്ജിത്ത് ഉൾപ്പെടെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന AISFന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഇവിടെ സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും തന്നെ വളരെ വിശദമായി അറിയാവുന്ന കാര്യമാണ്. AISFന്റെ കേരള സംസ്ഥാന കമ്മിറ്റി കാരണത്താൽ 1500ഓളം പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നൊരു ചരിത്രം നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്നു. ആ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്കെല്ലാം നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ 68 പേർ മുഴുവൻ മാർക്കും മേടിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. അതിൽ തന്നെ 8 പേർ ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയ 8 പേർ നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ ഉയർന്ന മാർക്ക് മേടിക്കുന്നതായ സാഹചര്യം. പിന്നീട് കോടതി അതിനെയെല്ലാം വിലക്കിക്കൊണ്ട് അതിനെയെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും പരീക്ഷ എഴുതുന്ന തരത്തിലേക്കുള്ള ഗ്രേസ് മാർക്ക് കൊടുത്ത വിദ്യാർത്ഥികളൊക്കെ വീണ്ടും പരീക്ഷ എഴുതണമെന്ന് പറയുന്നതായ സാഹചര്യങ്ങൾ. നീറ്റിൽ മാത്രമാണോ ഈ വിഷയം നടക്കുന്നത്? JEE എക്സാമിൽ ആൾമാറാട്ടം വരെ നടന്നല്ലേ? അങ്ങനെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളല്ലാത്ത വിഷയങ്ങൾ വരെ വസ്തുതാപരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെളിവുകൾ സഹിതം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഒന്നടങ്കം വിദ്യാർത്ഥികൾ തെരുവിലേക്കിറങ്ങി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ പറയുമ്പോൾ ആ സമരത്തെ അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചു പോകാനാണ് തീരുമാനമെങ്കിൽ അതിനെതിരെ വലിയ പ്രക്ഷോഭത്തിന് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഈ കേരളത്തിലടക്കം AISF നേതൃത്വം കൊടുക്കുമെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് സംഘടിപ്പിക്കപ്പെടുമെന്നുമാണ് AISFന്റെ പേരിൽ ഈ നിമിഷം പറയുവാനുള്ള കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമരതീഷ്ണമായ അന്തരീക്ഷങ്ങളിലൂടെയാണ് AISF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത്.